കർണാടകയിലെ കടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 35 വയസ്സുള്ള രേവന്ത് തന്റെ ഫാമിലിയുടെ കൂടെ ജീവിച്ചു വന്നു. ഒരു ഡെന്റൽ ക്ലിനിക്കാണ് രേവന്ത് നടത്തിക്കൊണ്ട് വന്നത്. ഫെബ്രുവരി 17, 2020 രേവന്ത് തന്റെ ഭാര്യയായിട്ടുള്ള കവിതയും കൂട്ടിയിട്ട് ഒരു ജ്വല്ലറി ഷോപ്പിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ രേവന്ത് മേടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഏകദേശം 4:30 തിരികെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. വീട്ടിലെത്തിയ ശേഷം രേവന്ത് മകനെ വിളിക്കാനായിട്ട് സ്കൂളിലേക്ക് പോകുന്നു. മകനെ സ്കൂളിൽ നിന്നും വിളിച്ചിട്ട് വീട്ടിലേക്ക് എത്തിയ രേവന്ത് കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും മകനെയും കൂട്ടിയിട്ട് വെളിയിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി നോക്കുന്ന സമയത്ത് രേവന്തിന്റെ ഭാര്യയായിട്ടുള്ള കവിത മരിച്ചു കിടക്കുന്നതാണ് രേവന്ത് കാണുന്നത്. കവിത സാധാരണ രീതിയിലല്ല കേട്ടോ മരിച്ചു കിടക്കുന്നത്, രക്തത്താൽ കുളിച്ച് കിടക്കുകയാണ്. അതായത് കവിതയുടെ കഴുത്തിൽ ആരോ മൃഗീയമായിട്ട് അറുത്തിട്ടുണ്ട്. അതുമാത്രമല്ലാതെ രേവന്തിന്റെ 11 മാസം മാത്രം പ്രായമുള്ള മകള് ഈ പറയുന്ന കവിത മരിച്ചു കിടക്കുന്നതിന്റെ തൊട്ടടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഭീകരമായിട്ടുള്ള താങ്ങാവുന്നതിലും അപ്പുറമുള്ള ഈ ഒരു കാഴ്ച കണ്ട രേവന്ത് കവിതയുടെ അടുത്ത് പോയി നോക്കുന്ന സമയത്ത് ഒരു കാര്യം രേവന്തിന് മനസ്സിലായി. അതായത് രേവന്ത് ഇഷ്ടപ്പെട്ട് ഭാര്യയ്ക്ക് മേടിച്ചു കൊടുത്ത ഓർണമെന്റ്സ് എല്ലാം തന്നെ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഉടനെ ഒട്ടും വൈകിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് രേവന്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഈ ഒരു കാര്യം അറിയിക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ പോലീസ് രേവന്തിന്റെ വീട്ടിലേക്ക് എത്തി. പോലീസ് ഉദ്യോഗസ്ഥർ രേവന്തിന്റെ വീട്ടിലേക്ക് എത്തിയിട്ട് തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ചു. അതിനുശേഷം കവിതയുടെ ആ ഒരു ശരീരം ഓട്ടോപ്സി ചെയ്യാനായിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഇത്തരത്തിൽ പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് രേവന്ത് പോലീസുകാരോട് പറഞ്ഞത്, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ മേടിച്ചു കൊടുത്ത സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊരു പക്ഷേ ഒരു മോഷണ ശ്രമമായിരിക്കാം. എൻ്റെ വീട്ടിൽ മോഷ്ടിക്കാനായിട്ട് കയറിയ ആരോ ആണ് ഈ കൊലപാതകം ചെയ്തതെന്നാണ് രേവന്ത് പോലീസുകാരോട് പറഞ്ഞു കൊടുത്തത്. രേവന്തിന്റെ ഭാര്യയായിട്ടുള്ള കവിതയെ കൊലപ്പെടുത്തിയത് കള്ളന്മാര് തന്നെയാണോ അതോ മറ്റാരെങ്കിലുമാണോ? 2020 കർണാടകയിൽ നടന്ന അതിക്രൂരമായിട്ടുള്ള ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. വെൽക്കം ടു വിഷ്ണു ലോകം. കർണാടകയിലെ ചിക്കമംഗലൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു ക്രൈം നടന്നത്. അതുകൊണ്ട് തന്നെ ആ ഡിസ്ട്രിക്റ്റിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഹരീഷ് പാണ്ഡെ പുതിയൊരു ടീമിനെ തന്നെ ഈ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് ഏൽപ്പിക്കുന്നു. ഈ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ രേവന്തിന്റെ വീട് പൂർണ്ണമായിട്ടും പരിശോധിച്ചതിൽ നിന്ന് അവർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി. അതായത് ആ വീട്ടിനുള്ളിൽ മറ്റാരും കടന്നിട്ടില്ല, മറ്റാരുടെയും ഫിംഗർ പ്രിന്റ് ആ വീട്ടിനുള്ളിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഒരു കള്ളൻ ആ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയിട്ട് ആ വീട്ടിനുള്ളിൽ നിന്നും മോഷ്ടിച്ച് വെളിയിലേക്ക് പോകുന്ന രീതിയിലുള്ള യാതൊരു ലക്ഷണങ്ങളും ആ വീട്ടിലില്ല. ഈ കാര്യം മനസ്സിലാക്കി നിൽക്കുന്ന ആ ഒരു സമയത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കവിതയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് ലഭിക്കുന്നത്. ആ ഒരു ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കവിതയുടെ കഴുത്ത് അറുത്തിരിക്കുന്നത് വളരെ മൂർച്ചയേറിയിട്ടുള്ള ഒരു ആയുധം കൊണ്ടാണ്. അതായത് ഡോക്ടേഴ്സ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ബ്ലേഡ് കൊണ്ടാണ് കഴുത്ത് അറുത്തിരിക്കുന്നത് എന്നാണ്. അതുമാത്രമല്ലാതെ കവിത മരിക്കുന്നതിന് മുമ്പ് കവിതയുടെ ശരീരത്തിൽ മയക്കുമരുന്നും കലർത്തിയിട്ടുണ്ട്. ഓട്ടോപ്സി റിപ്പോർട്ടിൽ നിന്നും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയ ശേഷമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചില സംശയങ്ങളെല്ലാം തന്നെ തോന്നുന്നത്. അതായത് ഓട്ടോപ്സി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്ന ആ ഒരു കത്തി വെച്ചിട്ടാണ് കഴുത്ത് അറുത്തിരിക്കുന്നതെന്ന്. അതുമാത്രമല്ലാതെ ഈ പറയുന്ന ആ വീട്ടിനുള്ളിൽ നിന്നും മറ്റാരുടെയും വെളിയിലുള്ള മറ്റാരുടെയും ഫിംഗർ പ്രിന്റിൽ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ രേവന്ത് ആയിരിക്കുമോ ഈ ഒരു കൊലപാതകം ചെയ്തതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു. അതായത് ഡോക്ടർ രേവന്ത് ഇത്തരത്തിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഈ പറയുന്ന നാടകം കളിക്കുകയാണോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുകയാണ്. ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഡോക്ടർ രേവന്തിന്റെ ഫോൺ ഹിസ്റ്ററി പരിശോധിച്ച സമയത്ത് ഹർഷിത എന്ന പേരിലൊരു സ്ത്രീയെ രേവന്ത് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലായി. അതുകൂടാതെ ജനുവരി 30 ശേഷം ഹർഷിതയുമായിട്ട് മണിക്കൂറുകളോളം ഡോക്ടർ രേവന്ത് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഒരു ദിവസത്തെ 24 മണിക്കൂറാണെങ്കിൽ അതിൽ 20 മണിക്കൂറോളം ഹർഷിതയുമായിട്ട് ഇയാൾ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. സംഭവം നടന്ന ആ ദിവസം ഡോക്ടർ രേവന്തിന്റെ ടവർ ലൊക്കേഷൻ എവിടെയെല്ലാമാണെന്ന് പോലീസുകാർ പരിശോധിച്ച സമയത്ത് ഏകദേശം 4:30 ഡോക്ടർ രേവന്ത് തന്റെ ഭാര്യയായിട്ടുള്ള കവിതയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ടവർ ലൊക്കേഷൻ പോലീസുകാർ കിട്ടിയിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്നും 1 മണിക്കൂറിന് ശേഷം ഡോക്ടർ രേവന്തിന്റെ ടവർ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു കൊറിയർ ഓഫീസിന് താഴെയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ഈ പറയുന്ന കൊറിയർ ഓഫീസിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് ഡോക്ടർ രേവന്ത് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നോ, എന്തെല്ലാമാണ് അദ്ദേഹം ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ച സമയത്ത് കൊറിയർ ഓഫീസിലെ ജീവനക്കാർ പോലീസുകാരോട് പറഞ്ഞു കൊടുത്തത് ഹർഷിത എന്ന ആളുടെ പേരിൽ രാജേശ്വരി നഗർ ബാംഗ്ലൂരിലേക്ക് അദ്ദേഹം ഒരു കൊറിയർ അയച്ചിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. പോലീസ് ഉദ്യോഗസ്ഥർ നേരെ ഹർഷിതയുടെ വീട്ടിലേക്ക് പോയിട്ട് ഇത്തരത്തിലൊരു കൊറിയർ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത സമയത്ത് ഫെബ്രുവരി 18 ഹർഷിതയ്ക്ക് ഒരു കൊറിയർ എത്തിയിട്ടുണ്ട്. ആ ഒരു കൊറിയറിൽ എന്തെല്ലാമാണ് വന്നിരിക്കുന്നതെന്ന് നോക്കുമ്പോൾ അതിൽ നിറയെ സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ വലിയ ആഭരണങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ആ ആഭരണങ്ങളെല്ലാം തന്നെ ചെക്ക് ചെയ്ത പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി. അതായത് ഡോക്ടർ രേവന്തിന്റെ വീട്ടിൽ നിന്നും കാണാതെ പോയ മരിച്ചുപോയ കവിതയുടെ ആഭരണങ്ങളാണ് ഇത്. തുടർന്ന് അന്വേഷണം വീണ്ടും മുന്നോട്ട് പോകും തോറും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി.
ഡോക്ടർ രേവന്ത് തന്നെയാണ് ഈ ഒരു കൊലപാതകം നടത്തിയതെന്ന്. എന്തായാലും ഡോക്ടർ രേവന്തിന്റെ 5 വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു മകനോട് പോലീസുകാർ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച സമയത്ത് ആ മകൻ പറഞ്ഞത് 4:30 ഞാൻ വീട്ടിലെത്തുന്ന സമയത്ത് എൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ്. കവിതയുടെ മകൻ വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ രേവന്ത് കവിതയെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു. ഡോക്ടർ രേവന്തിനെ കുറിച്ചും കവിതയെക്കുറിച്ചും ഹർഷിതയെക്കുറിച്ചും പോലീസുകാർ വളരെ ഡീപ്പായിട്ട് അന്വേഷിച്ച സമയത്ത് എന്താണ് ഇവർ 3 പേരും തമ്മിൽ ഇത്തരത്തിലൊരു കണക്ഷൻ എന്ന് അന്വേഷിച്ച സമയത്ത് പോലീസുകാർ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതാണ്. കർണാടകയിലെ കടൂർ എന്ന സ്ഥലത്ത് ജീവിച്ചു വരുന്ന സഞ്ജീവിന്റെയും അലീമയുടെയും മകനാണ് ഡോക്ടർ രേവന്ത്. ഈ ഡോക്ടർ രേവന്തിന് 2013 ഉടുപ്പിയിൽ താമസിച്ചു വരുന്ന കവിതയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു. MA വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന കവിത വിവാഹത്തിന് ശേഷം ഒരു ഹൗസ് വൈഫായിട്ടാണ് ജീവിച്ചു വന്നത്. അവർക്ക് 2 മക്കളുമുണ്ട്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. രേവന്തിന്റെ അച്ഛൻ ഒരു ബാങ്കിലെ മാനേജറാണ്. രേവന്ത് ആയിക്കോട്ടെ ഒരു ഡെന്റൽ ക്ലിനിക്ക് നടത്തി വരുന്നു. സാമ്പത്തികമായിട്ട് യാതൊരു കുഴപ്പവും ഇല്ലാതെ അവരുടെ കുടുംബം വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് രേവന്തിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു നൈബറിന്റെ റിലേറ്റീവ് ആണ് ബാംഗ്ലൂരിൽ താമസിക്കുന്ന ഹർഷിത. ഹർഷിതയുടെ വിവാഹം കഴിഞ്ഞതാണ്. സുദർശൻ എന്നാണ് ഭർത്താവിന്റെ പേര്. അദ്ദേഹം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഗവൺമെന്റ് ബസ്സിലെ ഡ്രൈവറാണ് സുദർശൻ. ഈ ഹർഷിത സുദർശൻ ദമ്പതികൾക്ക് 2 മക്കളുമുണ്ട്. ഹർഷിത ഇടയ്ക്കിടയ്ക്ക് കടൂരിലുള്ള തന്റെ റിലേറ്റീവിന്റെ വീട്ടിലേക്ക് വരും, അതായത് ഡോക്ടർ രേവന്തിന്റെ നെയ്ബർ ആയിട്ടുള്ള അവരുടെ വീട്ടിലേക്ക്. ഇങ്ങനെ ജസ്റ്റ് വരിക മാത്രമല്ല, ഹർഷിത ആ വീട്ടിൽ 1, 2, 3 ദിവസം താമസിക്കുകയും ചെയ്യും. ഇങ്ങനെ താമസിക്കുന്നതിനിടയിലാണ് ഹർഷിത ഡോക്ടർ രേവന്തിനെ പരിചയപ്പെടുന്നതും അവർ തമ്മിൽ ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതും. ഇവർ തമ്മിലുള്ള ഈ ഒരു ബന്ധം മറ്റാരും അറിയാതെ വളരെയധികം സീക്രട്ട് ആയിട്ടാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഒരു ദിവസം ഡോക്ടർ രേവന്തിന്റെ ഭാര്യയായിട്ടുള്ള കവിത ഇവരുടെ ഈ ഒരു ബന്ധം മനസ്സിലാക്കുകയും ഡോക്ടർ രേവന്തിനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നു. ഇതിന് ശേഷമാണ് ഡോക്ടർ രേവന്തും കവിതയും തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. എന്നാൽ ഹർഷിതയുടെ ഭർത്താവായിട്ടുള്ള സുദർശനെ ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയുന്നില്ല. ആ ഒരു ഭാഗത്ത് വളരെ സീക്രട്ട് ആയിട്ട് തന്നെയാണ് ഈ ഒരു കാര്യം മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡോക്ടർ രേവന്തിന്റെയും കവിതയുടെയും കുടുംബജീവിതം ഇതോടുകൂടി തകരുകയാണ്. അവർ തമ്മിൽ എന്നും പ്രശ്നങ്ങൾ, എന്നും വഴക്കുകളാണ്. രേവന്ത് ഹർഷിതയുമായിട്ടുള്ള ഇല്ലീഗൽ റിലേഷൻഷിപ്പ് കവിത മനസ്സിലാക്കിയെന്ന് അറിഞ്ഞിട്ടും രേവന്ത് അവരുടെ ആ ഒരു ബന്ധം നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം സൈഡിലൂടെ ഇത് വീണ്ടും തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. എന്നാൽ കവിത ഇത് നല്ല രീതിയിൽ എതിർത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ പോകെ പോകെ ഹർഷിതയുമായിട്ടുള്ള ബന്ധത്തിന് കവിത തടസ്സമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഡോക്ടർ രേവന്ത് ആ ഒരു തീരുമാനം എടുക്കുകയാണ്, കവിതയെ കൊലപ്പെടുത്താമെന്ന്. ഭാര്യ കവിതയെ ഇല്ലാതാക്കാനായിട്ട് രേവന്ത് ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്ലാനിനെ കുറിച്ച് തന്റെ കാമുകിയായിട്ടുള്ള ഹർഷിതയെ രേവന്ത് അറിയിച്ചിട്ടുമുണ്ട്. സംഭവം നടന്ന ആ ഒരു ദിവസം രേവന്ത് കവിതയോട് പറയുന്നു, ഞാൻ ഇന്ന് നിനക്ക് ധാരാളം സ്വർണ്ണാഭരണങ്ങൾ മേടിച്ചു തരാമെന്ന്, നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം തന്നെ നീ പോയി പർച്ചേസ് ചെയ്തു എന്ന് വളരെ സന്തോഷത്തോടു കൂടി രേവന്ത് കവിതയോട് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ കവിതയ്ക്ക് വല്ലാതെ സന്തോഷമായി. നേരെ രേവന്ത് കവിതയും കൂട്ടിയിട്ട് ഒരു ജ്വല്ലറി ഷോപ്പിലേക്ക് പോകുന്നു. ഇഷ്ടമുള്ള സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ മേടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം തിരികെ അവരുടെ ആ വീട്ടിനരികിലേക്ക് എത്തിയിട്ട് കാറ് പാർക്ക് ചെയ്ത ശേഷം രേവന്ത് കവിത പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് കവിതയുടെ വായ് പൊത്തിപ്പിടിക്കുകയാണ്. കൈകൊണ്ട് കവിതയുടെ വായ് അടച്ചു പിടിക്കുന്ന ആ ഒരു സമയത്ത് രേവന്തിന്റെ കൈവശം ഉണ്ടായിരുന്ന മയക്കുമരുന്ന് കവിതയുടെ വായ്ക്കകത്തേക്ക് ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രേവന്ത്. അതിനുശേഷം തന്റെ കൈവശം ഉണ്ടായിരുന്ന ആ ഒരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട്, പ്രത്യേക തരത്തിലുള്ള വളരെ മൂർച്ചയുള്ള ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കവിതയുടെ കഴുത്തറുക്കുകയും ചെയ്തു. ഇത്തരത്തിൽ രേവന്ത് കവിതയുടെ കഴുത്തറക്കുന്ന ആ ഒരു സമയത്ത് കവിതയുടെ കയ്യിൽ 11 മാസം മാത്രം പ്രായമുള്ള ആ ഒരു കുഞ്ഞുണ്ടായിരുന്നു. കഴുത്തറുത്തതിൻ്റെ ആ ഒരു വേദനയിൽ പെടഞ്ഞുകൊണ്ടിരിക്കുന്ന കവിതയുടെ കയ്യിൽ നിന്നും ആ കുഞ്ഞിനെ മാറ്റിയിട്ട് മറ്റൊരു ഭാഗത്ത് വെച്ച ശേഷം കവിത മരിക്കുന്നത് രേവന്ത് നോക്കി നിന്നു. കവിത മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം രേവന്ത് ഇത്തരത്തിൽ ഇതൊരു മോഷണ ശ്രമമാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് ആ ഒരു വീടിന്റെ പൂട്ടിന്റെ ഭാഗമെല്ലാം തന്നെ പൊട്ടിക്കുകയും അതുമാത്രമല്ലാതെ ആ പറയുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ എടുത്ത് തന്റെ കൈവശം വെച്ചിട്ട് ഈ പറയുന്ന കുട്ടിയെ, 11 മാസം മാത്രം പ്രായമുള്ള കുട്ടിയെ ഈ പറയുന്ന അമ്മയുടെ അരികിൽ, മരിച്ചു കിടക്കുന്ന അമ്മയുടെ അരികിൽ കിടത്തിയിട്ടാണ് അയാൾ ആ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് കാറിൽ കയറിയിട്ട് നേരെ ഈ പറയുന്ന കൊറിയർ ഓഫീസിന്റെ അവിടേക്ക് പോയ ശേഷം തന്റെ കാമുകിക്ക് ഇതെല്ലാം തന്നെ അയച്ചു കൊടുക്കുന്നത്. ഇതിനുശേഷം രേവന്ത് ചെയ്തത് തന്റെ മകനെ വിളിക്കാനായിട്ട് സ്കൂളിലേക്ക് പോയിട്ട് മകനെയും വിളിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് എത്തിയിട്ട് വീട്ടിൽ കയറുന്നതിന് മുമ്പ് തന്നെ രേവന്ത് മകനോട് പറഞ്ഞു, നമുക്ക് വെളിയിലേക്ക് ഒന്ന് പോകണമെന്ന്, നീ ബാഗ് ഇവിടെ തന്നെ വെക്കിയെന്ന് പറഞ്ഞിട്ട് ബാഗ് ആ ഒരു ഭാഗത്ത് തന്നെ വെച്ചിട്ട് വളരെ വേഗത്തിൽ 2 പേരും കൂടെ വീണ്ടും വീട്ടിന് വെളിയിലേക്ക് പോയി. കുറച്ച് സമയത്തിന് ശേഷം രേവന്ത് മകനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് തിരികെ വന്ന സമയത്ത് ഇത്തരത്തിൽ ഭാര്യ മരിച്ചു കിടക്കുന്ന കാഴ്ച ആദ്യമായിട്ട് കാണുന്നത് പോലെ വലിയ രീതിയിലുള്ള നാടകങ്ങളെല്ലാം തന്നെ കളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഈ ഒരു കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ ഊഹിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇതാണ് ചെയ്തിരിക്കുക എന്ന് വിചാരിച്ചിട്ട് പോലീസുകാർ രേവന്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് പോലീസുകാർ കണ്ട കാഴ്ച
ഒരു റെയിൽവേ പാളത്തിൽ രേവന്ത് സ്വയം ജീവൻ അവസാനിപ്പിച്ച് കിടക്കുന്നതാണ്. രേവന്ത് സ്വയം ജീവൻ അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെ ആ ഒരു റെയിൽ പാളത്തിൽ അവിടെ വന്ന് കിടന്നതാണ്. അതായത് ആ ഒരു റെയിൽ പാളത്തിന് അരികിലായിട്ട് രേവന്തിന്റെ കാറും ഉണ്ടായിരുന്നു. അങ്ങനെ തുടർന്ന് രേവന്തിന്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് പോലീസുകാർ അയച്ചു കൊടുത്തു. തൊട്ടടുത്ത ദിവസം ഹർഷിതയുടെ ഭർത്താവായിട്ടുള്ള സുദർശൻ രാവിലെ എഴുന്നേറ്റിട്ട് തന്റെ ഭാര്യ എന്താ ഇനിയും റൂമിനുള്ളിൽ നിന്ന് വെളിയിലേക്ക് വന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഭാര്യയുടെ റൂമിൽ പോയി തട്ടി നോക്കുന്ന സമയത്ത് വാതിൽ ആരും തന്നെ തുറക്കുന്നില്ല. എന്താണ് ഹർഷിത വാതിൽ തുറക്കാത്തതെന്ന് വിചാരിച്ചിട്ട് ആ ഒരു റൂമിന്റെ വെളിയിലൂടെയുള്ള ജനൽ വഴി നോക്കുന്ന സമയത്ത് ആ ഒരു റൂമിനുള്ളിൽ ഹർഷിത തൂങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് സുദർശൻ കണ്ടത്. സുദർശൻ ഉടനെ തന്നെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഈ ഒരു കാര്യം അറിയിച്ചു. പോലീസുകാർ ആ ഒരു വീട്ടിലേക്ക് വന്നിട്ട് ആ ഒരു റൂമിന്റെ വാതിൽ ചവിട്ടി പൊളിച്ചിട്ട് ഉള്ളിലേക്ക് പോയി നോക്കിയ സമയത്ത് ഹർഷിത ഇത്തരത്തിൽ തൂങ്ങി നിൽക്കുക തന്നെയാണ്. എന്നാൽ ഹർഷിതയുടെ കൈ ചുരുട്ടിൽ ഒരു എന്താ പറയാ ഒരു കത്തുണ്ട്. ആ ഒരു കത്തിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചു നോക്കിയ സമയത്ത് അതിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ മരണത്തിന് കാരണം എൻ്റെ ഭർത്താവായിട്ടുള്ള സുദർശനാണ് എന്നാണ്. അതായത് ഒരു പക്ഷേ ഈ ഒരു കാര്യം അറിഞ്ഞ സുദർശൻ ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ടാവാം. അതിനെ ചൊല്ലി ആയിരിക്കണം ഒരു പക്ഷേ ഹർഷിത ഈ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. ഹർഷിതയും രേവന്തും സ്വയം ജീവൻ അവസാനിപ്പിച്ചതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. എന്നാൽ യാതൊരു തെറ്റും ചെയ്യാത്ത കവിതയുടെ ജീവൻ നഷ്ടമായി. നല്ലൊരു ഭാര്യ വീട്ടിലുണ്ടായിട്ട് രേവന്തിന്റെ കഴപ്പ് കാരണം എല്ലാവരുടെയും ജീവൻ അവസാനിപ്പിക്കേണ്ടി വന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കവിതയുടെ ആ 2 മക്കൾ അവർ എന്ത് തെറ്റ് ചെയ്തു, അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഈ കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.